പാട്ടഞ്ഞു കൊടുത്തിട്ട് എങ്ങനെയെങ്കിലും ഞാൻ പൈസ എടുത്തേക്കാം. ഞാൻ ഉറപ്പ് പോരെ. പിന്നെ കല്യാണം 1 കൊല്ലം കഴിഞ്ഞെന്നുള്ളത് നമുക്ക് പറഞ്ഞ് 1.5 കൊല്ലം കഴിഞ്ഞ് മതി എന്നാക്കാം. എൻ്റെ മെയിൻസ് കഴിഞ്ഞിട്ട് മതി എന്ന് പറയാം. അതാകുമ്പോൾ അവനും അത്രയും സമയം കിട്ടുമല്ലോ. ഇല്ല, എനിക്ക് 6 മാസം മതി. മോളെ, എനിക്ക് ഇവനെ വിശ്വാസമില്ല. നിന്റെ വാക്കും കേട്ടിട്ട് ഞാൻ FD പൊട്ടിക്കുകയാണ്. അപ്പൊ നീ ഉടനെ പോവോ അല്ലേടെ? പാർട്ടി വേണേ. അതൊക്കെ ഞാൻ നടത്തിയിട്ടേ പോളൂ അളിയാ. അല്ലളിയാ, നീ അവിടെ ചെന്നാലേ ഈ പറയണ പോലെ പഠിക്കാനും ജോലിക്കൊക്കെ പോവോ? എൻ്റെ ആ വട്ടി കയറും. ആദ്യം UK ഒക്കെ ഒന്ന് കറങ്ങണം, പിന്നെ ബാക്കിയൊക്കെ സമയം പോലെ ആലോചിക്കാം. ആ, അപ്പൊ നിനക്ക് ഒരു മാറ്റവും ഇല്ലല്ലേ? എന്തോന്ന് മാറ്റം അളിയാ, ഫ്രീഡം. അതാണ് നമ്മളെ മെയിൻ. ആ അഭിലാഷേട്ടാ, അയ്യോ അച്ഛനും അമ്മയും പുറത്തു പോയൊക്കെയാണല്ലോ. എന്തു പറ്റിയേട്ടാ? അതറിയാം മോളെ, എനിക്കൊരു കാര്യം പറയണ്ടായിരുന്നു. മോളൊന്ന് പുറത്തോട്ട് വരൂ. എന്തു കേട്ടാ കാര്യം? മോളെ, കഴിഞ്ഞ മാസം മുതൽ അമല് വഴിയാ മോളുടെ അച്ഛൻ കാശ് തരുന്നതും സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നത്. അവൻ ഇന്നലെ എന്നെ സൈറ്റിൽ കാണാൻ വന്നായിരുന്നു. ചേട്ടാ, ഞാൻ സ്ട്രെയിറ്റ് ആയിട്ട് കാര്യം പറയാം. കാര്യം നിങ്ങൾ ഈ കോൺട്രാക്ടർമാർ ചെറിയ ഉടായ്പൊക്കെ കാണിച്ച് ചെറിയ വെട്ടിപ്പ് കൊണ്ടെന്ന് എനിക്കറിയാം. അനാവശ്യം പറയരുത്. ഞാൻ ഇന്ന് വരെ ഒരുത്തൻ്റെ 5 പൈസ വെട്ടിച്ചിട്ടില്ല കേട്ടോ. എന്നാ നിങ്ങൾ ചീറാതെ, ഞാൻ പറഞ്ഞ മൊത്തം കേക്ക്. വെട്ടിക്കണം. നമ്മൾ ഒന്നിച്ച് വെട്ടിക്കണം. ഇപ്പം അച്ഛൻ പൈസയൊക്കെ എന്നെയാണ് ഏൽപ്പിച്ചേക്കണേ. ചേട്ടനാണെങ്കിൽ ഭയങ്കര വിശ്വാസമാണ്. ഇപ്പോൾ ഒരു സാധനത്തിന് 5000 രൂപ എന്ന് വെച്ചോ, ചേട്ടാ 8500 പറയണം. മനസ്സിലായോ? എന്നിട്ട് കിട്ടണതിൽ 40% ചേട്ടന്, 60% എനിക്ക്. എങ്ങനെയുണ്ട്? അപ്പോൾ ഈ മേടിച്ച സാധനത്തിൻ്റെയൊക്കെ ബില്ല് നിൻ്റെ അച്ഛൻ കണ്ടാലോ? നിങ്ങൾ എന്നെപ്പറ്റി എന്താ വിചാരിച്ചേട്ടാ? ഇന്നലെ പെയിന്റ് വാങ്ങിക്കായത് 13,000 രൂപ. നിങ്ങൾ ഈ ബില്ലൊന്ന് നോക്കിയാണ്. 15,000? ഇത്രേ ഉള്ളൂ. ഇതാ മോളെ വന്നൊന്ന് ബില്ല്. ഞാനിത് മോളുടെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞാൽ അങ്ങേരെ അവനെ അടിച്ച് റെഡിയാക്കി. അതുകൊണ്ടാണ് ഞാൻ വന്ന് മോളുടെ അടുത്ത് പറഞ്ഞു. അവൻ എങ്ങനെയെങ്കിലും കാര്യങ്ങൾ പറഞ്ഞൊന്ന് മനസ്സിലാക്കി. ആ വീടിൻ്റെ പണിയൊന്ന് കഴിയാൻ വേണ്ടി ബാലേന്ദ്രൻ ചേട്ടൻ കിടന്ന് ഓടുന്നത് എനിക്കറിയാം. ഞാൻ പറയാം ചേട്ടാ, അവനില്ലാത്ത സ്നേഹം ചേട്ടനെങ്കിലും അച്ഛൻ്റെ അടുത്തുണ്ടെന്ന്. അവനെ മോളെ ഞാൻ കൊണ്ടിറങ്ങട്ടെ.